Morning, my dear students. Today we are discussing about the topic Bluetooth protocol stacks. ഇപ്പോൾ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബ്ലൂടൂത്തിൻ്റെ പ്രോട്ടോകോൾ സ്റ്റാക്സ് എന്ന് പറയുന്നത് ഫിഗർ റെപ്രസെൻറ്റേഷൻസ്. ഫസ്റ്റ് വൺ റേഡിയോ RF ലെയർ. നമുക്ക് കാണാം ഏറ്റവും താഴെ കിടക്കുന്ന ലെയറാണ് RF ലെയർ, റേഡിയോ ലെയർ. ഇറ്റ് പെർഫോം മോഡുലേഷൻ ഡിമോഡുലേഷൻ ഓഫ് ദി ഡാറ്റ ഇൻ ടു RF സിഗ്നൽസ്. നമുക്ക് നമ്മുടെ മോഡുലേഷനും ഡിമോഡുലേഷൻ സിഗ്നൽസ് അറിയാം. അതിൽ റേഡിയോ ലെയർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർഫോം ചെയ്യുന്നത് മോഡുലേഷൻ ഡിമോഡുലേഷൻ ഓഫ് ദി ഡാറ്റ ഇൻ ടു RF സിഗ്നൽസ്. ഇറ്റ് ഡിഫൈൻ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലൂടൂത്ത് ട്രാൻസിവർ. ഇറ്റ് ഡിഫൈൻസ് ടു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ലിങ്ക്, കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയൻറ്റഡ്. അതായത് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലൂടൂത്തിൻ്റെ ട്രാൻസീവർ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലൂടൂത്ത് ട്രാൻസീവർ ആണ്. അതായത് ടു ടൈപ്സ് ഓഫ് ഫിസിക്കൽ ലിങ്ക്സ് ഉണ്ട്, കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയൻറ്റഡ്. കണക്ഷൻലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് നമുക്ക് നമ്മുടെ മാസ്റ്റർ നോഡിൽ നിന്നും സ്ലേവ്സിലേക്ക് ഫ്രെയിംസുകൾ സെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ പാക്കറ്റുകൾ സെൻഡ് ചെയ്യുമ്പോൾ ആദ്യമേ കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, ചില കേസിൽ കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസുമായിട്ടായിരിക്കും. ഈ ഫിസിക്കൽ ലെയറിൻ്റെ രണ്ട് ടൈപ്പ് ാണ് ഈ കണക്ഷൻ ലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡും. നെക്സ്റ്റ് വൺ ബേസ് ബാൻഡ് ലിങ്ക് ലെയർ. ഇറ്റ് പെർഫോം ദി കണക്ഷൻ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് വിത്തിൻ എ പീക്കോനെറ്റ്. അപ്പോൾ നമുക്ക് കാണാം അടുത്ത ലെയറാണ് ബേസ് ബാൻഡ് ലിങ്ക് കൺട്രോൾ. ഈ ബേസ് ബാൻഡ് ലിങ്ക് കൺട്രോൾ ലെയർ പെർഫോം ചെയ്യുന്നത് കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് വിത്തിൻ എ പീകോക്ക് നെറ്റ്വർക്ക്. പീകോ നെറ്റ്വർക്കിൻ്റെ അകത്ത് മാസ്റ്ററും സ്ലേവ്സും തമ്മിലുള്ള കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ലെയറാണ്. ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ ലെയർ. ഇറ്റ് പെർഫോം ദി മാനേജ്മെൻറ്റ് ഓഫ് ഓൾറെഡി എക്സ്റ്റാബ്ലിഷ്ഡ് ലിങ്ക്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഒതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മാസ്റ്റർ സ്ലേവ്സുകളെ തമ്മിൽ മാനേജ് ചെയ്യാൻ വേണ്ടി, അവരുടെ കണക്ഷൻസ് മാനേജ്മെൻറ്റിന് വേണ്ടിയും പിന്നെ ഒതൻറ്റിക്കേഷൻസ്, എൻക്രിപ്ഷൻ തുടങ്ങിയ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയുമാണ് ഈ ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് അഡാപ്റ്റേഷൻ പ്രോട്ടോകോൾ ലെയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഹേർട്ട് ഓഫ് ദി ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്ക്. ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്കിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് ഈ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആണ്, ഈ ലെയറാണ്. ഇറ്റ് അലോസ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലെയർ ഓഫ് ദി ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്സ്. അപ്പോൾ അതായത് ലിങ്ക് മാനേജർ പ്രോട്ടോകോൾ ലെയറും SDP ലെയറും തമ്മിലുള്ള കണക്ഷൻസിനെ മാനേജ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലെയർ ഓഫ് ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്സിന് ഇതിനെ മാനേജ് ചെയ്യുന്നത് ഈ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറാണ്. ഇറ്റ് പാക്കേജസ് ദി ഡാറ്റ പാക്കറ്റ് റിസീവ്ഡ് ഫ്രം അപ്പർ ലെയർ ഇൻ ടു ദി ഫോം എക്സ്പെക്റ്റഡ് ബൈ ലോവർ ലെയേഴ്സ്. ഇറ്റ് ഓൾസോ പെർഫോം ദി സെഗ്മെൻറ്റേഷൻ ആൻഡ് മൾട്ടിപ്ലക്സിങ്. അപ്പോൾ ഈ ലോജിക്കൽ ലിങ്ക് കൺട്രോളിൻ്റെ പ്രധാന ജോബ് എന്ന് പറയുന്നത് അപ്പർ ലെയറും ലോവർ ലെയറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയും കൂടാതെ അവരെ ഡാറ്റ പാക്കറ്റുകൾ റിസീവ് ചെയ്ത് അപ്പർ ലെയറിൽ നിന്നും ഡാറ്റ പാക്കറ്റുകൾ റിസീവ് ചെയ്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫോമിലേക്ക് ലോവർ ലെയറിലേക്കും ട്രാൻസ്ഫറും ചെയ്യുന്നു. അടുത്തതാണ് SDP ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ. ഇറ്റ് അലോസ് ടു ഡിസ്കവർ ദി സർവീസ് അവൈലബിൾ ഓൺ അനദർ ബ്ലൂടൂത്ത് എനേബിൾഡ് സർവീസ്. അപ്പോൾ SDP ലെയർ എന്ന് വെച്ചാൽ സർവീസ് ഡിസ്കവറി പ്രോട്ടോകോൾ ആണ്. അതിൻ്റെ ജോബ് എന്തെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ സ്കാനിങ് കൊടുക്കുമല്ലോ, ഏതെങ്കിലും ഡിവൈസ് ബ്ലൂടൂത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണ് ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ ആ ഒരു സർവീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ SDP ലെയർ പ്രോട്ടോകോളാണ്. നെക്സ്റ്റ് വൺ RS കോമൺ ലെയർ. ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ റേഡിയോ ഫ്രണ്ട് എൻഡ് കമ്പോണൻറ്റ്. ഇറ്റ് പ്രൊവൈഡ് സീരിയൽ ഇൻ്റർഫേസ് വിത്ത് WAP ആൻഡ് OBEX. അപ്പോൾ ഈ WAPും OBPX എന്താണ് നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓർക്കുക, RF കോമൺ ലെയർ എന്ന് വെച്ചാൽ റേഡിയോ ഫ്രണ്ട് എൻഡ് കമ്പോണൻറ്റ് ലെയറാണ്. ദെൻ OBEX എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച്. അതാണ് നമ്മളിവിടെ പറഞ്ഞത് WAP ആൻഡ് OBEX എന്ന് പറഞ്ഞു. അപ്പോൾ ഈ OBEX എന്ന് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ടു എക്സ്ചേഞ്ച് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ടു ഡിവൈസ്. രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഒബ്ജക്റ്റുകളെ എക്സ്ചേഞ്ച് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ടു എക്സ്ചേഞ്ച് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ടു ഡിവൈസ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ്. അടുത്തതാണ് WAP. ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ വയർലെസ് ആക്സസ് പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻ്റർനെറ്റ് ആക്സസ്. ഓക്കെ, അപ്പോൾ ഈ RF കോമൺ ലെയർ എന്തിനായിരിക്കും? ഇറ്റ് പ്രൊവൈഡ് ദി സീരിയൽ ഇൻ്റർഫേസ് ബിറ്റ്വീൻ, അതായത് ഈ RF കോമൺ ലെയർ വഴിയായിരിക്കും OBEXും WAPും
OBEXനും വാപ്പിനും ഇടയ്ക്ക് ഒരു ഇൻ്റർഫേസ് ആയിട്ട് സീരിയൽ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലെയറാണ് RF കോമൺ ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ TCS. ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ ടെലിഫോണിക് കൺട്രോൾ പ്രോട്ടോകോൾ. ഇറ്റ് പ്രൊവൈഡ് ടെലിഫോണിക് സർവീസ്. ടെലിഫോൺ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ TCS ലെയർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ. ഇറ്റ് എനേബിൾസ് ദി യൂസർ ടു ഇൻട്രാക്ട് വിത്ത് ദി ആപ്ലിക്കേഷൻസ്. ഇതെന്തിനായിരിക്കും? യൂസറിന് ആപ്ലിക്കേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ ലെയർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഉള്ള ബ്ലൂടൂത്ത് പ്രോട്ടോകോൾ സ്റ്റാക്സ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ബ്ലൂടൂത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതാണ് അഡ്വാൻറ്റേജ് എന്താണ്? ലോ കോസ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ പെനിട്രേറ്റ് ത്രൂ വാൾസ്. ദെൻ ഇറ്റ് ക്രിയേറ്റ് ആൻഡ് അഡ്ഹോക് കണക്ഷൻസ് ഇമീഡിയറ്റ്ലി വിത്തൗട്ട് എനി വയേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വോയിസ് ആൻഡ് ഡേറ്റ ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ നമുക്കൊരു വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷൻസ് കിട്ടാതിരിക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും വിത്തൗട്ട് വയേഴ്സ് തുടങ്ങിയ വോയിസ് ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഹാക്ക്ഡ് ആൻഡ് ഹെൻസ് ലെസ് സെക്യൂർ. നമ്മൾ ബ്ലൂടൂത്ത് ആക്ടിവേറ്റ് ആക്കിയ ഉടനെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസ് അല്ലാതെ വേറെ ഡിവൈസുകൾക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഹാസ് സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് 3 Mbps. ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് കുറച്ച് നല്ല രീതിയിൽ കുറവാണ്. 3 Mbps ആണുള്ളത്. പിന്നെ കുറച്ച് മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ബ്ലൂടൂത്ത് ഈ ബ്ലൂടൂത്തുകൾ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഏരിയാസിൽ സ്മോൾ റേഞ്ചസിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. ആൻഡ് ഓൾസോ ഇത് പ്രോട്ടോകോൾ സ്റ്റാക്സ് ഓഫ് ബ്ലൂടൂത്ത് ഹിയർ. ഇത് ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.